ഈ ഒരു പോസ്റ്റ് കാണാത്ത മലയാളികൾ അല്ലെങ്കിൽ ആളുകൾ കുറവായിരിക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഡബ്ബിംഗ് തിയേറ്ററിലെ വർക്ക് കഴിഞ്ഞ് ടാക്സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കുള തെരുവോരത്ത് കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട സൽമ കാർ നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. അന്നത്തെ കാലത്ത് അനുപമ എന്ന നടി അവിടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ചോരക്കുഞ്ഞിൻ്റെ കരച്ചിൽ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ആ ഒരു ചോരക്കുഞ്ഞിനെ എടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭർത്താവ് സലീം ഖാൻ തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു. ശലയുടെ തിരക്കഥാകൃത്ത് അന്നത്തെ മാർക്കറ്റ് വാല്യൂ സലീം ഖാൻ ആണ് തീരുമാനിക്കുന്നത്. അത്രക്ക് പവർ ആയിരുന്നു അദ്ദേഹത്തിന്. സൽമ ഡോറിൽ ഒന്ന് മുട്ടി. ഭർത്താവ് ഉറക്കച്ചവടോടെയാണ് വാതിൽ തുറന്നത്. ഭാര്യ ഒരു ചിരി പാസാക്കി. അങ്ങനെ അവരും ചിരിച്ചൊരു ചിരി പാസാക്കി. ആ തെരുവിലെ കുഞ്ഞിനെയും ഒന്ന് നോക്കി. അങ്ങനെ എന്നിട്ട് ഈ സൽമയും ഭർത്താവും ഒരു കാര്യം തീരുമാനിച്ചു. ഈ കുട്ടിയെ ഉപേക്ഷിച്ച മാതാപിതാക്കൾ ഉണ്ടല്ലോ, അവരെ ഒന്ന് കണ്ടുപിടിക്കണം. അവരുടെ അന്വേഷണത്തിനൊടുവിൽ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തി. അവസാനം അവർ എത്തിപ്പെട്ടത് ഒരു ചെറ്റക്കുടിലിലാണ്. സലീം ഖാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചത്? അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു. സാമ്പത്തിക പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത്. അപ്പോൾ സലീം ഖാൻ വീണ്ടും ചോദിച്ചു, ഞങ്ങൾ സാമ്പത്തികമായി സഹായിച്ചാൽ ഈ ഒരു കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കുമോ എന്നുള്ളത്. പക്ഷേ ആ ചോദ്യത്തിന് അവിടുന്ന് മറുപടിയൊന്നും വന്നില്ല. അവരുടെ നിർവികാരതയോടെയുള്ള നിൽപ്പ് സലീം ഖാനും ഭാര്യയ്ക്കും മനസ്സിലായി. സലീം ഖാൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നോട്ടുകെട്ടെടുത്ത് ദമ്പതികളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കൽ പോലും നിങ്ങൾ ഈ കുട്ടിയെ അന്വേഷിക്കാൻ വരരുത്. അവർക്ക് പൈസയും കൊടുത്ത് ചോരക്കുഞ്ഞിനെ അവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തങ്ങളുടെ 3 ആൺമക്കളോടൊപ്പം ആ ഒരു പെൺകുട്ടിയെ വളർത്താൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു വലിയ തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും മാതാപിതാക്കളും സമൂഹവുമടക്കം പലരും അവരെ എതിർത്തു. മഹല്ലിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവരെ ആ തീരുമാനത്തിൽ നിന്നും എതിർക്കുകയും പിന്തിരിപ്പിക്കാനും ഒരുപാട് പേർ ശ്രമിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഇരുവർക്കും മനസ്സ് വന്നില്ല. സ്വന്തം പെങ്ങളുടെ മരണം കാണാൻ പോലും അനുവദിച്ചില്ല. പള്ളിയിൽ നിന്നൊക്കെ വിലക്കി. പക്ഷേ എന്നാലും അവർ ആ കുഞ്ഞിനെ കൈവിട്ടിരുന്നില്ല. അങ്ങനെ ഖാനും ഭാര്യയും ആ തെരുവിൽ നിന്നും എടുത്ത പെൺകുട്ടിയുടെ പേരാണ് അർപ്പിത സലീം. അവൾക്കിപ്പോൾ 3 സഹോദരങ്ങളുണ്ട്. സൽമാൻ ഖാൻ, അർബാസ് ഖാൻ, സുഹൈൽ ഖാൻ എന്നിങ്ങനെയാണ് 3 സഹോദരങ്ങൾ. ഈ 3 സഹോദരങ്ങളും ഈ പെൺകുട്ടിയെ ഈ സഹോദരിയെ നിലത്തും താഴെയും വെക്കാതെയാണ് വളർത്തിയത്. അവരെ കുഞ്ഞു പെങ്ങളെ നെഞ്ചിലേറ്റി തന്നെ വളർത്തി. നിറത്തിലോ കുലത്തിലോ തങ്ങളുമായിട്ട് യാതൊരു സാമ്യവുമില്ല. എങ്കിലും അവൾ ആ വീട്ടിലെ ഭാഗ്യ നക്ഷത്രമായി. ആ ഒരു വീട്ടിലെ മാണിക്യക്കല്ലായി. കൂടാതെ അവളുടെ വിവാഹമുണ്ടല്ലോ, അവർ ഏറ്റവും വലിയ ആഘോഷമാക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി. സ്വന്തം ചോരയിൽ പിറന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു മനസാക്ഷിയുമില്ലാതെ കുപ്പത്തൊട്ടിയിൽ എറിയുന്നവരും അതേപോലെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കുമിടയിൽ ഇങ്ങനെയുള്ളവർ നമുക്കൊരു മാതൃക തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കിടയിൽ ഇങ്ങനെയുമുള്ളവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നമുക്കിടയിൽ നല്ല മനസ്സുള്ളവരും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. സൽമാൻ ഖാനും കുടുംബത്തിനും ഇതിനുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.